നമസ്കാരം. ബിഗ് 18 ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് നമ്മുടെ മുൻ മേയറും കൊച്ചിക്കാരുടെ പ്രിയങ്കരനുമായ സോഹൻ ചേട്ടനാണ്. നമുക്ക് സോഹൻ ചേട്ടനോട് ചോദിച്ചറിയേണ്ടത് ഇന്ന് കൊച്ചി നേരിടുന്ന ശുദ്ധജലക്ഷാമം, ഇന്നല്ല ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കുടിവെള്ള ക്ഷാമം. ഈ കൊച്ചിയുടെ ചുറ്റിനുമുള്ളത് കായലും കടലും എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പരിഹാരം, അതിൻ്റെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും കുറിച്ചാണ് നമുക്ക് സോഹൻ ചേട്ടനോട് ചോദിച്ചറിയേണ്ടത്. അപ്പോൾ സോഹൻ ചേട്ടാ, ഇപ്പം ഞാൻ താമസിക്കുന്ന ഫോർട്ട് കൊച്ചിയിൽ 2 കൊല്ലമായിട്ട് അഴുക്ക് വെള്ളമാണ് പൈപ്പിൽ വരുന്നത്. അതെന്തെല്ലാം വാട്ടർ അതോറിറ്റിക്കാരോട് എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി എല്ലാ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടും വെള്ളം കിട്ടുന്നില്ല. ചില ടാപ്പുകളിൽ മാത്രം പമ്പിങ് മെയിനുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അകത്ത് മാത്രമേ നല്ല വെള്ളം. ഇപ്പോൾ ആളുകൾ കുടമായിട്ടും ഓട്ടോറിക്ഷയിലൊക്കെ പോയി വെള്ളം എടുത്തുകൊണ്ട് വരികയാണ്. 500 കൊല്ലമായിട്ട് സായിപ്പുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ ആലുവ വെള്ളം എന്നാണ് നമ്മൾ പറഞ്ഞത്. ആലുവ വെള്ളം എന്ന് പറഞ്ഞാൽ ആലുവയിൽ നിന്നല്ല ഏറ്റവും ശുദ്ധമായ വെള്ളം കൊണ്ടുവന്ന് തോണിയിൽ കൊണ്ടുവന്ന് ഇവിടെ ആളുകൾക്ക് വിതരണം ചെയ്തിരുന്ന ആ കുടുംബങ്ങളെ തന്നെ ആലുവ വെള്ളക്കാരെന്നാണ് ആ വീട്ടുകാരെ പറയുന്നത്. അങ്ങനെ പാരമ്പര്യമുള്ള ഒരു സ്ഥലത്ത് ഇപ്പോഴും വെള്ളം കിട്ടാനായിട്ട് ഒരു ചെല്ലാനം പഞ്ചായത്തിലെ ഒരു വളരെ പ്രമുഖമായ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു വനിതാ കൗൺസിലർ പറയാണ്, ഞാൻ ഒരു കുടം വെള്ളത്തിന് ഇന്ന് കണ്ണമാലി പോയിട്ട് ഒരു കുടം വെള്ളം കടം വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് ഇന്നത്തെ ഭക്ഷണം ഉണ്ടാക്കിയെന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ. ചെല്ലാനം എന്ന് പറയുന്ന ഒരു 200-300 മീറ്റർ മാത്രം വീതിയുള്ള, അല്ലെങ്കിൽ ചിലയിടത്ത് 150 മീറ്റർ മാത്രം വീതിയുള്ള ഒരു മണൽത്തിട്ടാണ്. അതിന്റെ ഇങ്ങേ സൈഡിൽ കായൽ, ഇങ്ങേ സൈഡിൽ കടൽ. അത്രയും ഉള്ള ഒരു മമ്മട്ടി എടുത്താൽ അപ്പോൾ തന്നെ വെള്ളമാണ്. അത്രയും വെള്ളമുള്ള ഒരു സ്ഥലത്ത് 45 ലക്ഷം ലിറ്ററിന്റെ ടാങ്കും ഉണ്ടാക്കി വെച്ചിട്ട് പൈപ്പ് സംവിധാനം ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ വെള്ളമില്ലെന്നൊക്കെ പറഞ്ഞ് ഇത് സിനിമയിൽ കാണിച്ചാൽ പോലും പരിഹാസമായിട്ട് വരും. അതാണ് നമ്മുടെ അവസ്ഥ. അത് പരിഹരിക്കാൻ നമ്മുടെ അധികാരികൾ ഇപ്പോഴും ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഗൗരവകരമായിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. അധികാരികളും സമ്മർദ്ദം ചെലുത്തേണ്ടത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അവര് വെറുതെ അങ്ങോട്ട് വിട്ടാൽ അവര് ഓർത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് സമ്മർദ്ദം ചെലുത്തണം. ഇതിപ്പോ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് പോലും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെന്നാണ് എന്റെ ഒരു ധാരണ ഉണ്ടാക്കണം. അതിന് സാധാരണക്കാരന് ആദ്യം ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. അതിന് ഇതുപോലെയുള്ള മീഡിയകൾ വഴി ഇപ്പൊ വായനാശീലം, ഇപ്പൊ സോഹൻ ചേട്ടൻ പറഞ്ഞ് വായന, പണ്ടത്തെ ആളുകൾ ഒത്തിരി വായിക്കുമായിരുന്നു. ഇന്നത്തെ തലമുറയാണെങ്കിലും വായന ഇല്ല, അവർക്ക് വായന കുറവാണ് ഇന്നത്തെ ആളുകൾക്ക്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ലൈബ്രറികൾ പോലും അടച്ചുപൂട്ടിയാണ് കാണുന്നത്. അത് വായിക്കാൻ ആളില്ല, ബുക്ക് എടുക്കാനോ വായിക്കാനോ ഒന്നും ഇന്നത്തെ ആളുകളില്ല. അപ്പൊ ഇതുപോലെയുള്ള ചർച്ചകള്, ഇതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ വളരെ അപൂർവമായിട്ടാണ്. ആ ചർച്ചകളിൽ തീരുമാനം എടുക്കുന്ന ആളുകൾ തന്നെ ആരും ഇരിക്കാറില്ല. അപ്പൊ ഒന്നിനും തീരുമാനം എടുക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതെ അവിടെയാണല്ലോ സായിപ്പ് ഇത്രയും നാൾ കഴിഞ്ഞ് ഭരിച്ചു പോയിട്ടും ഇപ്പോഴും അവര് മോളിൽ നിൽക്കണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വേൾഡില് അവര് കാര്യങ്ങൾ അപഗ്രഥനം ചെയ്ത് വിശകലനം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന, ഡേറ്റ വെച്ച് തീരുമാനം എടുക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നീങ്ങാൻ സാധിക്കണം. ഈ വെള്ളം വരുമ്പോൾ തന്നെ ഇവിടെ വ്യാവസായികമായിട്ടൊക്കെ ഒരുപാട് വാണിജ്യമായിട്ട് നമ്മുടെ നിയമത്തിൽ തന്നെ പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൽ കൈ കഴുകണ വെള്ളം പോലും വാട്ടർ അതോറിറ്റി വെള്ളമായിരിക്കണമെന്നാണ്. അതിന് നിലവാരം പറഞ്ഞിട്ടുണ്ട്. കൈ കഴുകണ വെള്ളം എല്ലാ റെസ്റ്റോറൻറ്റിലും വരുന്നത് അത് കൊണ്ടുപോയി ലാബറട്ടറിയിൽ പരിശോധിച്ചിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് വരെ നിയമത്തിലുണ്ട്. ഒരു ലൈസൻസ് കിട്ടണമെങ്കിലേ. ഇവിടുത്തെ ചായക്കടയിലേക്ക് അവസ്ഥ അറിയാലോ. വെള്ളമില്ലാത്തതുകൊണ്ട് അവർ പാത്രം കഴുകണൊക്കെ ഗ്രൗണ്ട് വാട്ടർ കൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പലർക്കും രോഗമൊക്കെ വരുമ്പോൾ നമ്മൾ പറയും, നമ്മൾ നല്ല ഹോട്ടലിൽ നിന്ന് കഴിച്ചാണ് എന്നൊക്കെ പറയാം. ഈ ഗ്രൗണ്ട് വാട്ടർ വെള്ളമില്ലാത്തപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഒരുപാട് തരത്തിലുള്ള സാമൂഹ്യം, ആരോഗ്യപരമായും സാമൂഹ്യമായിട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു ഉണ്ടാക്കുന്ന ഒരു അടിസ്ഥാന കാര്യമാണ് ഈ വെള്ളം. നമ്മളാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെയോ രാജ്യങ്ങളെയോ ആശ്രയിച്ച് ഇഷ്ടംപോലെ വെള്ളത്തിന്റെ സോഴ്സുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലൊരു ഗവൺമെന്റ് ശരിയായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ കേരളം മുഴുവൻ ഈ ഒറീസ പോലെ നമുക്ക് 2-3 കൊല്ലം എടുക്കും. ഏറ്റവും കൂടി ഒരു 5 കൊല്ലം കൊണ്ട് കേരളത്തിൽ ശുദ്ധജലം കിട്ടാത്ത ഒരു ടൗണും പഞ്ചായത്തും ഇല്ലാത്തൊരു സ്റ്റേജ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അതിനുള്ള സാങ്കേതിക വിദ്യ ഇപ്പം ഞാൻ ഈ 2-3 കൊല്ലം മുമ്പ് ഉത്തർപ്രദേശിൽ നടന്ന ഇതുണ്ട്, സമ്മിറ്റ് എന്നും പറഞ്ഞ് നടക്കും, വാട്ടർ സമ്മിറ്റ്. അന്ന് ലോകത്തുള്ള എല്ലാ കമ്പനികളും ഒന്നും വലിയ പരിപാടിയാണ്. അവിടെ പോയിരുന്നേ.
അതില് സാങ്കേതിക വിദ്യയുടെ ഒരു പ്രളയമാണ്. ചെറിയ ഫിൽറ്ററിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഫിൽറ്ററിങ്ങും പമ്പും. നമ്മളിപ്പോ പൈപ്പെല്ലാം വെട്ടി റോഡ് വെട്ടി പൈപ്പ് ഇടുന്ന കണ്ടിട്ടില്ല. അതിനകത്ത് കഷ്ണം കഷ്ണം പൈപ്പൊന്നും അല്ല, ഇപ്പൊ ഡ്രില്ല് ചെയ്ത് താഴത്തോട് വിടുന്നതാണ് പൈപ്പ്. ഹൊറിസോണ്ടൽ ഡ്രില്ലിംഗ് എന്ന് പറയും. ഇപ്പൊ ഗ്യാസ് പൈപ്പ് ലൈനൊക്കെ അങ്ങനെയാണ് വിട്ടത്. അത് ഭൂമിയുടെ അടിയിൽ കൂടെ ഡ്രില്ല് ചെയ്ത് അങ്ങോട്ട് പോണേന് പൈപ്പ്, റോഡ് വെട്ടാനും ഒന്നും നിൽക്കണ്ട. ആ പൈപ്പിനെ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ചെന്ന് എവിടെയാണ് കണക്ഷൻ, ടാങ്കിന്റെ അവിടെയാണ് എവിടെയെന്ന് വെച്ചാൽ അത് ചെയ്യും. അത് അങ്ങനെയുള്ള സാങ്കേതിക വിദ്യ വളരെ വലിയ പൈപ്പില്ല ഇപ്പൊ. ഒരുമാതിരി മീഡിയം സൈസ് പൈപ്പ്, ഹൈ പ്രഷർ പൈപ്പ് എന്ന് പറയുന്നത് പമ്പും. ഇപ്പൊ നമ്മുടെ വാട്ടർ അതോറിറ്റി ഇരിക്കുന്ന ഒരു പമ്പ് കണ്ടെന്ന് ഈ മുറിയുടെ അത്ര ഉണ്ടാവും. ഇത് ഇപ്പോഴത്തെ പമ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പമ്പാണ്, ഹൈ പ്രഷറാണ്. മറ്റു വലിയ പൈപ്പിൽ നിന്ന് വരുന്നതിന്റെ ഇരട്ടി വെള്ളം അപ്പുറത്ത് വരും. ആ തരത്തിലുള്ള സാങ്കേതിക വിദ്യ എല്ലാം നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. നമ്മൾ 21-ാം നൂറ്റാണ്ടിലെത്തിയില്ലേ. ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്ന തലമുറയല്ലല്ലോ ഇത്. അപ്പൊ പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരിക, ആ പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ച് ജനങ്ങൾക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട ലഭ്യത, അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഭരണഘടനയിലും കേരള മുനിസിപ്പൽ ആക്ടിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ ശുദ്ധജല വിതരണം മുഴുവൻ താഴേക്കടയിലേക്ക് കൊടുക്കുക. ഗവൺമെന്റിനെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല. ഏതാണ്ട് 960 പഞ്ചായത്തുകളും ഏതാണ്ട് 10-40 മുനിസിപ്പാലിറ്റികളും ഈ 6 കോർപ്പറേഷനും കൂടെ തിരുവനന്തപുരത്തിരുന്ന് നിയന്ത്രിക്കാൻ സാധിക്കൂല. ഇവിടെ ഇപ്പൊ നമ്മുടെ പൈപ്പരണം പൊട്ടിയതിന്റെ നന്നാക്കാൻ കോൺട്രാക്ടർമാർ ആരും എടുക്കൂല. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ കാശ് കിട്ടൂല. കാശിന്റെ ബില്ല് പാസ്സാകാൻ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോ അവര് അവിടെ ഇരിക്കണവർക്ക് പരിധിയുണ്ട്. എന്നുവെച്ചാൽ അവര് പറയും കൊല്ലത്ത് ഇതേ പൈപ്പ് നന്നാക്കിയപ്പോ 10,000 രൂപ കൊടുത്തപ്പോ നിങ്ങളുടെ ഇവിടെ ഇങ്ങനെ 15,000 രൂപ വന്നെന്ന് ചോദിച്ചാൽ അവരെ തിരി കൊടുക്കും. ഇവിടെ ചിലപ്പോൾ നന്നാക്കിയത് രാത്രി 12 മണിക്ക് പൈപ്പ് പൊട്ടിയപ്പോ നാളെയൊക്കെ സ്പെഷ്യൽ ഇരട്ടി കൂലി കൊടുത്തായിരിക്കും നന്നാക്കിയിരിക്കുന്നത്. സാഹചര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ ലോക്കൽ തന്നെ നടത്തണം. അങ്ങനെ ലോക്കൽ നടത്തണമെന്നുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പഞ്ചായത്ത് രാജും മുനിസിപ്പൽ ആക്ട് എന്താ പറയുന്നത്, നമ്മുടെ നഗരപാലിക എന്ന് പറഞ്ഞ നിയമങ്ങളൊക്കെ പാർലമെന്റ് ഉണ്ടാക്കിയത്. ഞാൻ പാർലമെന്റ് ഉണ്ടാക്കിയതിന്റെ അടിച്ചാ. അപ്പൊ സോഹൻ ചേട്ടാ, ഇപ്പൊ സോഹൻ ചേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നു 90-കൾക്ക് മുമ്പ് ഇത് ശുദ്ധജലം സപ്ലൈ ചെയ്തിരുന്നത് കോർപ്പറേഷൻ വഴിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് മാറി വാട്ടർ അതോറിറ്റിയുടെ കീഴിലായി. വീണ്ടും അത് കോർപ്പറേഷനുകളിൽ തന്നെ കൊടുക്കാൻ ഒരു നിയമം വന്നു. പക്ഷെ അത് ഇതുവരെ പ്രാബല്യത്തിലായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോ അറിയാൻ കഴിയുന്നത്. അതേക്കുറിച്ച് എന്താണ് ഇപ്പൊ അത് പ്രാബല്യത്തിൽ വന്നാൽ ഈ പ്രശ്നം കുറെയൊക്കെ പരിഹരിക്കാൻ പറ്റുന്നതല്ലേ? അങ്ങനെ പരിഹരിക്കാൻ സാധിക്കുള്ളൂ. അതിനകത്തുള്ള അപര്യാപ്തതകൾ ആ സമയത്ത് പിന്നെ ജനങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ പരിഹരിച്ച് പോകേണ്ടി വരുന്നത്. മുൻഗണന വെള്ളത്തിന് വരും. ഇപ്പൊ മുൻഗണന ഒരു സംസ്ഥാനത്തിന്റെ മുൻഗണനയിൽ വെള്ളമല്ല മുൻഗണന. അതുകൊണ്ടാണ് നമ്മൾ ഇല്ലാത്ത വലിയ വലിയ പദ്ധതികളൊക്കെ കൊണ്ടാണ് നടക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ബഡ്ജറ്റിലൊക്കെ ഗവൺമെന്റ് പറയുന്നത്. അപ്പം ശുദ്ധജലം കൊടുക്കാൻ സാധിക്കാത്ത അടിസ്ഥാന ഘടകങ്ങളില്ലാത്ത ഒരിടത്തും ഒരു പുരോഗതി ഉണ്ടാവില്ല. ഫസ്റ്റ് സാധനമാണ് വെള്ളം, ബാക്കി ഇല്ല. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. ഹൈവേ ഉണ്ടാക്കണം, പാലങ്ങൾ ഉണ്ടാക്കണം, മെട്രോ റെയിൽ ഉണ്ടാക്കണം. 10,000 കോടിയൊക്കെ 10,000 കോടി രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ശുദ്ധജല പ്രശ്നം മുഴുവൻ നമുക്ക് തീർക്കാം. മെട്രോ റെയിലിന് മാത്രം 20 കിലോമീറ്ററിന് നമ്മൾ 10,000 കോടി ചെലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തീർക്കണതിന് നമ്മൾ ഈ മുനിസിപ്പാലിറ്റി ആയിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. മുനിസിപ്പാലിറ്റി 150 കൊല്ലം മുനിസിപ്പാലിറ്റി ആയിരുന്നു. അത് ഇവിടെയൊക്കെ മുനിസിപ്പാലിറ്റിയെ വെള്ളം കൊടുത്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞാണ് അത് കോർപ്പറേഷൻ വലുതായപ്പോൾ കോർപ്പറേഷൻ കൊടുത്തോണ്ടിരുന്നത്. ആ കോർപ്പറേഷൻ കൊടുക്കുന്ന വെള്ളമാണ് പിന്നെ ഗവൺമെന്റ് ഏറ്റെടുത്തത്. ഗവൺമെന്റ് ഏറ്റെടുത്തത് മുതൽ ഗവൺമെന്റ് തിരുവനന്തപുരത്ത് നിന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, ഒരിക്കലും ആർക്കും സാധിക്കില്ല. അത് ഭരണ ഏറ്റവും വലിയ പാർട്ടി വന്ന് ഇവിടെ ഭരിച്ചാലും തിരുവനന്തപുരത്ത് നിന്ന് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഇത് അതാത് പ്രാദേശികമായിട്ട് തന്നെ നമുക്ക് ചെയ്യണമെന്ന് അറിഞ്ഞും ബോധ്യപ്പെട്ടിട്ടാണ് ഈ ഡീസെൻട്രലൈസേഷൻ എന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പല ഗവൺമെന്റുകൾ ചർച്ച ചെയ്തിട്ടാണ് ഭരണഘടനയിൽ 73-74 ഭേദഗതികൾ വന്നത്. അതിനെ തുടർന്നാണ് സംസ്ഥാന ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിയപ്പോൾ ആ നിയമത്തിൽ പറയുന്നത് മുനിസിപ്പാലിറ്റി കൂടിയാൽ വെള്ള വിതരണം നടത്തണമെന്നാണ്. ശുദ്ധജല വിതരണം നടത്താനുള്ള നിയമത്തിലെല്ലാം പറഞ്ഞു. പക്ഷേ ഇങ്ങോട്ട് വരുന്ന അധികാരം എന്ന് പറഞ്ഞ ഒരു വലിയ ലഹരിയാണ്. ഇവിടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുമ്പോൾ അധികാരം വലിയൊരു സാധനം. തിരുവനന്തപുരത്ത് ഇരിക്കുന്നവർക്ക് എല്ലാ കാര്യത്തിനും നമ്മൾ തിരുവനന്തപുരത്ത് ചെല്ലേണ്ട ഒരു സാഹചര്യം പറയുമ്പോൾ ആ അധികാരം താഴോട്ട് കൊടുക്കാൻ ആയിരിക്കും സാധിക്കണില്ല. പക്ഷെ ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിയില്ല. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല. ഇങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇത് എത്തിയിട്ടില്ല. പുതിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് വന്നതോട് 94 മറ്റേ വന്നത്. മുനിസിപ്പൽ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഇത് നടത്തേണ്ടത്. എല്ലാ അധികാരങ്ങളും അതിനകത്ത് നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്. വെള്ളം അപ്പൊ അതിലേക്ക് കൊണ്ടുവരണം ഇത്. അത് നമ്മുടെ ഇപ്പൊ ഈ നമ്മൾ പറയുന്ന കുടിവെള്ളം ഒന്നും ഈ തെരഞ്ഞെടുപ്പിലൊന്നും അജണ്ട ആണില്ല. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വല്ലതും
മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അജണ്ട കണ്ട ഏറ്റവും വലിയ സാധനമായിരുന്നു കുടിവെള്ളം. അതായത് കുടിവെള്ളം. കൊച്ചി നഗരത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു സംഭവം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്. എല്ലാ നഗരങ്ങളും തമ്മിൽ മത്സരിച്ചിട്ട് ആദ്യം വരുന്ന 60 നഗരങ്ങളെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യണതിൽ ആദ്യത്തെ 20 നഗരത്തിന് ആ മാസം മുതൽ തന്നെ കാശ് കിട്ടാൻ തുടങ്ങും. അവിടെ നിന്ന് ആ പദ്ധതി എന്താ അംഗീകരിച്ചേക്കണേ അതിന് കാശ് കിട്ടും. അങ്ങനെ കൊച്ചി നഗരസഭ അതിന് മത്സരിച്ച് നമ്മൾ ഇന്ത്യയിൽ 5ാം സ്ഥാനത്ത് എത്തി കയറി. ഇന്ത്യയിൽ വലിയ സംഭവമാണത്. അപ്പൊ നമുക്ക് 2070 കോടി രൂപയുടെ പദ്ധതിയാണ് നമുക്ക് പാസ്സാക്കി കിട്ടിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ ഘടകമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പണന്റ് 621 കോടി രൂപ ശുദ്ധജലത്തിനായിരുന്നു. അപ്പൊ ആ പദ്ധതി 16ലാണ് നമുക്ക് തുടങ്ങണത്. 21 വരെ ആയിരുന്നു. എല്ലാ കൊല്ലവും കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് 200 കോടി കിട്ടും, സംസ്ഥാന ഗവൺമെന്റ് 200 കോടി രൂപ, കുറച്ച് കാശ് കോർപ്പറേഷൻ വിട്ടിട്ടാണ് ഇത് ചെയ്യണത്. ഈ പദ്ധതി കൊറോണ വന്ന കാരണം അത് നീട്ടി കഴിഞ്ഞ വർഷം വരെ നീട്ടിക്കൊണ്ടുപോയി. പക്ഷെ അതിൽ നിർഭാഗ്യവശാൽ ഈ 621 കോടി രൂപ കുടിവെള്ളത്തിനുണ്ടായാലും ഒരു പൈസ ചെലവാക്കിയില്ല. അത് വെറുതെ പോയി. അപ്പോ സുവേജ് എന്ന് പറഞ്ഞ ഈ വഴുക്ക് ചാലുണ്ട്, ഈ ഇവിടെ നിന്ന് തന്നെ ടോയ്ലറ്റിൽ നിന്നും അടുക്കളയിൽ നിന്നൊക്കെ വന്ന് വെള്ളം ശുദ്ധീകരിക്കുന്നതിന് അതിന് സ്റ്റാൻഡേർഡ് അനുസരിച്ച് കായലിലേക്ക് വിടുന്നതിന് 200 കോടി രൂപ ഉണ്ടായി. അത് നമ്മൾ ചെലവാക്കിയില്ല. ഇതൊക്കെ പറഞ്ഞത്. പക്ഷെ ഇതൊന്നും തെരഞ്ഞെടുപ്പിലൊന്നും ഇത് വിഷയമായില്ല. നമ്മളുടെ ജനാധിപത്യത്തിന്റെ ജനം അറിയേണ്ടത് ഇതല്ല. നമുക്ക് കിട്ടിയ ഒരു നഗരത്തിന്റെ മുന്നിൽ കിട്ടുന്ന 2000 കോടി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഒരിടത്തും കിട്ടൂല. അത്രയും വലിയ സംഭവമാണ്. സംസ്ഥാനത്തിന് 1000 കോടി കിട്ടുക എന്ന് പറഞ്ഞ വലിയ സംഭവമല്ലേ. 2070 കോടിയിൽ നമ്മൾ 1000ഓളം കോടി രൂപ 988 കോടി രൂപ ചെലവാക്കിയുള്ളൂ ആകെ കൊച്ചിൻ കോർപ്പറേഷനിൽ. അത് കൊച്ചിൻ കോർപ്പറേഷനും അല്ല, ഇനി സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞൊരു സംവിധാനം ഗവൺമെന്റ് വേറെ ഉണ്ടാക്കി. കോർപ്പറേഷനിലെ മേയർ മാത്രമേ സ്മാർട്ട് സിറ്റിയിൽ ഒരാളായിട്ടുണ്ടായുള്ളൂ. 988 കോടി രൂപ മാത്രമേ അവർ ചെലവാക്കിയുള്ളൂ. ഇനിയിപ്പോൾ അതിന്റെ ബാക്കിയുള്ള കാശ് കുറച്ചുകൂടെ ചെലവാക്കി 1000 കോടി ചെലവാക്കും. ബാക്കി 1000 കോടി പോയി ഒരിക്കലും കിട്ടൂല. ഇനി നിങ്ങൾ ചോദിച്ചുകൊണ്ടൊരു വിഷയമായിട്ട് ഞാൻ പറഞ്ഞതാണ്. കുടിവെള്ളത്തിന് നമ്മൾ 621 കോടി ഉണ്ടായി ചെലവാക്കിയിരുന്നെങ്കിൽ സിറ്റി മുഴുവൻ ഇവിടെ ഒറീസയിലെ നഗരത്തിന് മുമ്പ് നമുക്ക് നഗരമായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് 24.7 24x7, അതായത് 24/7 എന്ന് പറഞ്ഞത് 24 മണിക്കൂറും വെള്ളം കിട്ടുന്ന നഗരമാക്കി നമുക്കിത് മാറ്റാൻ പറ്റുന്നത്. തൊട്ടടുത്ത് വെള്ളത്തിനുള്ള എല്ലാ സോഴ്സും ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ ഇന്ന് കിട്ടിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ സാഹചര്യമാണ്. അപ്പം മീഡിയ അതിനകത്തൊരു റോള് ശരിയായിട്ട് വഹിക്കാൻ തയ്യാറാണ്. ഇതൊക്കെ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒക്കെ അറിഞ്ഞുകൊണ്ടും. പക്ഷേ ഇതൊന്നും നമ്മൾ ഇവിടെ പറഞ്ഞു കിടന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ ഒരു ഇന്റർവ്യൂല് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണം. അധികാരികളുടെയും ജനങ്ങളുടെയും ശ്രദ്ധയിൽ അവരുടെയൊക്കെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണം. നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് ഇങ്ങനെ സംസാരിച്ചോ ഏതെങ്കിലും വഴിക്കെല്ലാം ഇത് ജനങ്ങളെ അറിയണം. അത്രയേ ഉള്ളൂ. അതിന് നന്ദി.